നമ്മുടെ ആധുനിക മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തേക്ക് പോകുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ട് പേരെന്ന് പറയുന്നത് കാറുകൾ പോലെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന വാഹനങ്ങളും പിന്നീട് പലതരത്തിലുള്ള വ്യവസായങ്ങളുമാണെന്ന് നമുക്കറിയാം. ലോകത്ത് പല കാർ കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കിക്കൊണ്ട് ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് വാഹന വിപണി നേരിടുന്ന വെല്ലുവിളിയും അത് ഇൻഡയറക്ട്ലി എങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം ഉപയോഗിച്ചുകൊണ്ട് പുകയ്ക്കു പകരം വെള്ളം മാത്രം പുറത്തു വിട്ടുകൊണ്ട് കാറുകൾ ചീറിപ്പായുന്ന ഒരു ലോകത്തെക്കുറിച്ച് കാലങ്ങളായി മനുഷ്യൻ സ്വപ്നം കണ്ടിരുന്നു. അത്തരം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അല്ലെങ്കിൽ ഇന്ധനമാണ് ഹൈഡ്രജൻ. സത്യത്തിൽ 1870കളിൽ തന്നെ ഹൈഡ്രജൻ്റെ സഹായത്തോടു കൂടി ഓടുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള ചിന്ത ലോകത്തെ കാർ നിർമ്മാതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. 1930നും 1970നും ഇടയ്ക്ക് ജനറൽ മോട്ടേഴ്സ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ സഹായത്തോടു കൂടി ഇന്ധനമായിട്ട് പെട്രോളിയം ഉപയോഗിക്കുന്നതിന് പകരം ഹൈഡ്രജനെ കയറ്റി അതിനെ കമ്പസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഓടാൻ കഴിയുന്ന ഹൈഡ്രജൻ കാറുകളെ വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. 1970കളിലാണ് സത്യത്തിൽ നാസ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിനെ പ്രയോജനപ്പെടുത്തുന്നതും അതിൻ്റെ സഹായത്തോടു കൂടി ബഹിരാകാശ മേഖലയിൽ ആവശ്യം വരുന്ന വൈദ്യുതിയും മറ്റും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സഹായത്തോടു കൂടി അവയെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജിയുടെ രൂപത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്നാൽ കാറുകളിലേക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ സംവിധാനം ഉപയോഗിച്ചായാലും അല്ലാതെയുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടായാലും പല മോഡലുകൾ ഇറക്കാനും പല കമ്പനികളും ശ്രമിച്ചിരുന്നു. അത് BMW ആയാലും ഹ്യൂണ്ടായി ആയാലും അതുപോലെ തന്നെ ടൊയോട്ട ആയാലും ചരിത്രത്തിൽ ഇങ്ങോളം പല കാറുകളെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് 2000-ൽ അത്രത്തോളം ഹൈപ്പോടുകൂടി ഒരു ഹൈഡ്രജൻ എക്കോണമി തന്നെ ലോകത്ത് സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജോർജ് W. ബുഷ് ഏകദേശം $120 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഹൈഡ്രജൻ മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കാനും പെട്രോളിയത്തിന് മുകളിലുള്ള അധികമായിട്ടുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാനും ശ്രമിച്ചിട്ടും ഇന്നും നമ്മുടെ നിരത്തുകളിൽ ഒരൊറ്റ കാർ പോലും ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇന്ധനം കൊണ്ട് ഓടാത്തത്? അതേസമയം ഹൈഡ്രജൻ വിപണി വന്നു കഴിഞ്ഞാൽ നാശോന്മുഖമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ലിഥിയം അയോൺ ബാറ്ററികളിൽ ഓടുന്ന കാറുകൾ ക്രമേണ മാർക്കറ്റുകളും നമ്മുടെ നിരത്തുകളും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇലക്ട്രിക് കാർ മേഖലയുമായി കോമ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന, അതിന് പൊട്ടൻഷ്യലി ശേഷിയുണ്ടായിരുന്ന മറ്റൊരു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന ആൾട്ടർനേറ്റീവായിരുന്ന ഹൈഡ്രജൻ കാറുകൾക്ക് എന്ത് സംഭവിച്ചു? ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത്? ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുന്നതിന് മുമ്പ് ഹൈഡ്രജൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതൊരു ഇന്ധനമായിട്ട് പ്രവർത്തിക്കുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കണം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് റോക്കറ്റ് സാങ്കേതിക വിദ്യ തന്നെയാണ്. നമുക്കറിയാം, ക്രയോജനിക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജനെ വളരെ തണുത്ത താപനിലയിൽ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം ശക്തമായ അറകൾക്കകത്ത് സൂക്ഷിച്ച് റോക്കറ്റുകളിൽ കൊണ്ടുപോയി റോക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിനെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ശക്തമായ ജ്വാല പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അത് വളരെ എഫിഷ്യൻ്റായൊരു കാര്യമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ലൈറ്റായ ഒരു മൂലകമാണ് ഹൈഡ്രജൻ. അതിന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഏകദേശം ഏറെക്കുറെ എല്ലാ പദാർത്ഥങ്ങളുമായും പ്രത്യേകിച്ച് മൂലകങ്ങളുമായും റിയാക്ട് ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു വാതകമാണ്. നോബൽ ഗ്യാസിനെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. സോ ഹൈഡ്രജനെ നമ്മൾ കൃത്യമായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ചൂട്, അതായത് ഊർജ്ജം പുറത്തുവിടും. ചൂടെന്ന് പറഞ്ഞാൽ ഊർജ്ജം പുറത്തുവിടും. ഈ ഊർജ്ജത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടാകുമെങ്കിലും ആ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ വൈദ്യുതിയാക്കി മാറ്റിയതിന് ശേഷവും നമുക്ക് പലതരത്തിലുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, ഹൈഡ്രജനും ഓക്സിജനും കൂടെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള ഊർജ്ജം ഉപയോഗിക്കുക. രണ്ട്, ഇവയെ പതുക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ വൈദ്യുതിയാക്കി പ്രയോജനപ്പെടുത്തുക. സോ അത് സാധ്യമായതാണ്, പ്രാവർത്തികമാണ്, റോക്കറ്റ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്പേസിലേക്ക് പോകുമ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും മറ്റും ബാറ്ററി ആയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലുകൾ തന്നെയാണ്. മാത്രമല്ല, മറ്റു പല ഇന്ധനങ്ങളെ അപേക്ഷിച്ചും ഹൈഡ്രജൻ ഇത്തരത്തിൽ കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ, അതായത് തീ കത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന ഊർജ്ജം വളരെയധികം എഫിഷ്യൻ്റാണ്. നമുക്ക് ഒരുപാട് ജൂൾ ഊർജ്ജം അതിൽ നിന്ന് പുറത്തേക്ക് ലഭിക്കും. എന്നാൽ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നത് വെള്ളം മാത്രമാണ്. ഈ വെള്ളം കൃത്യമായി നമ്മൾ സ്റ്റോർ ചെയ്താൽ നമ്മുടെ കുടിക്കാനുള്ള ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധമായ വെള്ളമാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഇതാണ് പ്രഥമ ദൃഷ്ട്യാ ഹൈഡ്രജനെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആക്കുന്ന കുറേ പ്രത്യേകതകൾ. പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ട് എന്നുള്ള പ്രത്യേകത അവിടെ നിൽക്കട്ടെ, അത് ഭൂമിയിലുണ്ടെങ്കിലേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. പക്ഷേ അതെ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണ്. അത് ലൈറ്ററായിട്ടുള്ള മൂലകമാണ്. അത് ദോഷകരമായിട്ടുള്ള വാതകങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. ഇത്തരത്തിലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും
ഇതെന്തുകൊണ്ട് ഒരു കാറിനുള്ളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വന്ന കാറുകൾ എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല എന്ന് നോക്കേണ്ടതുണ്ട്. 2015 ഇറങ്ങിയ ടൊയോട്ട മിറായ് എന്ന് പറയുന്ന കാറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിപണികൾ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ച നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹൈഡ്രജൻ കാർ. അതിനൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് പ്രൊമോഷൻ കൊടുത്തതിൻ്റെ എപ്പിസോഡുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ കഴിയും. എന്നാൽ വിപണിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആകമാനം ലോകത്ത് 70,000-ലധികം ഹൈഡ്രജൻ കാറുകൾ മാത്രമേ വിറ്റഴിച്ചിട്ടുള്ളൂ. അതേസമയം 2,60,00,000-ലധികം ഇലക്ട്രിക് കാറുകൾ ലോകമെമ്പാടും വിറ്റഴിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറിയതായിട്ട് 2 വർഷം മുമ്പുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പഴയ പഠനമാണ്. ഇലക്ട്രിക് കാറുകളുടെ വിപണി ഇപ്പോൾ അങ്ങനെയല്ല, അത് വളരെയധികം ബൂം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈഡ്രജൻ കാറുകൾ ഈ പറയുന്ന കണക്കിൽ നിന്ന് ഒരുപാട് അധികം ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത, ഗ്യാസോലിൻ കാറുകൾക്ക് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ കാറുകൾക്ക് ഹൈഡ്രജൻ കാറുകൾ പകരമാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല എന്ന ഫാക്ടറാണ്. അതായത് ഗ്രീൻ ഗ്യാസ്, ഗ്രീൻ ഫ്യൂവൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകതയുണ്ട്. 2, താരതമ്യേന ഫ്യൂവലുകളേക്കാൾ, ഗ്യാസോലിൻ ഫ്യൂവലുകളേക്കാൾ എഫിഷ്യൻസി കൂടുതലാണ്. ഇത് രണ്ടും നമുക്ക് വെച്ചുകൊണ്ട് ഗ്യാസോലിൻ കാറുകൾക്ക് പകരം ഹൈഡ്രജൻ കാറുകളുണ്ട് എന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ ഇലക്ട്രിക് കാറുകൾക്ക് പകരം ഹൈഡ്രജൻ കാറുകളുണ്ട് എന്ന് വാദിക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കണം. ഹൈഡ്രജൻ കാറുകളെ ഏറ്റവും കൂടുതൽ ഈസിയാക്കി മാറ്റുന്നത് ഇലക്ട്രിക് കാറുകളെ പോലെ ചാർജ് ചെയ്യാൻ സമയം എടുക്കുന്നില്ല. പകരം അത് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ടാങ്കിലേക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല, പ്രപഞ്ചത്തിൽ കൂടുതലുള്ള ഗ്യാസ് ആയതുകൊണ്ട് അത് എളുപ്പത്തിൽ കിട്ടുമെന്നുള്ള ധാരണയുള്ളതുകൊണ്ട് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ചിലവ് ഉണ്ടാകുന്നില്ല എന്നൊരു ധാരണയും അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ല എന്നും ഈ കാറുകൾ ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററിയേക്കാൾ കപ്പാസിറ്റി ഉണ്ട് തുടങ്ങിയ വാദഗതികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ചില വെല്ലുവിളികൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്പർ 1, ഹൈഡ്രജൻ ഇത്തരത്തിൽ നമുക്ക് കാറുകളിലും മറ്റും ഉപയോഗിക്കണമെങ്കിൽ അത് വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യണം. 2 രീതിയിലാണ് ഹൈഡ്രജൻ നമുക്ക് ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് നേരെ പോയി ആകാശത്ത് കിടക്കുന്ന ഹൈഡ്രജനെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. സൂര്യനിലേക്ക് ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണ്, പക്ഷേ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ 2 മെത്തേഡിലാണ് ഹൈഡ്രജൻ അബണ്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് നാച്ചുറൽ ഗ്യാസ്, അതൊരു പെട്രോളിയം ഉൽപ്പന്നമാണ്. 2 വെള്ളം. ഇതിൽ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർപെടുത്തിയെടുത്താൽ ഓക്കെ, കടലിൽ ആവശ്യം പോലെ വെള്ളം കിടപ്പുണ്ട്, അങ്ങനെ കിട്ടുന്ന ഹൈഡ്രജനെ നമുക്ക് കാറുകളിൽ ഉപയോഗപ്പെടുത്തി ഗുണകരമാക്കി മാറ്റാം. പക്ഷേ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിക്കണമെങ്കിൽ H2OS സ്പ്ലിറ്റ് ചെയ്യണം, ഹൈഡ്രജനും ഓക്സിജനുമാക്കി സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് വൈദ്യുതിയുടെ ആവശ്യമുണ്ട്. അത്തരത്തിൽ വൈദ്യുതിയുടെ ആവശ്യത്തോടു കൂടി നമ്മൾ ഹൈഡ്രജനെ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഹൈഡ്രജനെ വീണ്ടും കാറിനകത്ത് കയറ്റി അതിനെ വീണ്ടും നമ്മൾ വെള്ളമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനകത്ത് ആൾറെഡി വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കിട്ടിയ ഹൈഡ്രജൻ എടുത്തിട്ട് വീണ്ടും ബാറ്ററിക്കകത്ത് കയറ്റി വൈദ്യുതി ഉണ്ടാക്കി മോട്ടോർ കറക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെങ്കിൽ അങ്ങനെ കമ്പസ്റ്റ് ചെയ്ത് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കുമ്പോൾ സത്യത്തിൽ അവിടെ ആൾറെഡി വൈദ്യുതി ഒരു സ്റ്റേജിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. ആ വൈദ്യുതിയെ ഇങ്ങനെ ഹൈഡ്രജനൊക്കെ ഉണ്ടാക്കാൻ മാറ്റാതെ നേരെ ബാറ്ററിക്കകത്തേക്ക് സ്റ്റോർ ചെയ്താൽ ഇലക്ട്രിക് കാറുകൾ സുഖമായിട്ട് ഓടും. സോ അതൊരു പ്രശ്നമാണ്. വെള്ളത്തിൽ നിന്ന് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനമില്ല. അങ്ങനെ വേർതിരിച്ചെടുക്കാനായിട്ട് ഒരുപാട് വൈദ്യുതിയുടെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. അവിടെ ഒരു അപ്പർ ഹാൻഡ് ഇലക്ട്രിക് കാറുകൾക്ക് കിട്ടും. 2, നാച്ചുറൽ ഗ്യാസുകളിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്നതാണ് ലോകത്തിലെ 95% ഹൈഡ്രജൻ്റെയും സോഴ്സ്. ഏകദേശം 5% മാത്രമാണ് നാച്ചുറൽ ഗ്യാസിൽ നിന്നല്ലാത്ത രീതിയിൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 95% നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ഷൻ ഇടയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതായത് നിങ്ങൾക്കൊരു ഹൈഡ്രജൻ കാർ ഉണ്ടെങ്കിൽ ആ കാറിലടിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് സത്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിട്ടുകൊണ്ടുള്ള പ്രോസസ്സിലൂടെ കിട്ടിയതാണ്. അപ്പോൾ 2 സ്റ്റേജിലും, അത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആയാലും നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജൻ എടുക്കുന്ന സ്റ്റേജ് ആയാലും അവിടെ നമുക്ക് വലിയ ഗുണങ്ങളൊന്നുമില്ല. ഇലക്ട്രിക് കാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും അപ്പർ ഹാൻഡ് ഇലക്ട്രിക് കാറുകൾക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ഈ ഇലക്ട്രിക് കാറിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഈ ചോദ്യമുണ്ട്. അതിൻ്റെ ബാറ്ററി നിർമ്മിക്കുന്ന വേളയിലായാലും അതിലുപയോഗിക്കുന്ന വൈദ്യുതിയും ഒക്കെ തന്നെ കൽക്കരി കത്തിച്ചും ഒക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ അവിടെ പ്രകൃതിക്ക് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല, അത് ഗ്രീൻ ആകുന്നില്ല. പക്ഷേ നമുക്ക് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ സഹായമൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നൊരു വസ്തുതയും, ഹൈഡ്രജൻ കാറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നുള്ള സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന ബാറ്ററി കാറുകൾക്ക് ഒരു അപ്പർ ഹാൻഡ് അവിടെ ലഭിക്കുന്നു. ഇനി അടുത്തൊരു ഹൈഡ്രജൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ എഗ് ആൻഡ് ചിക്കൻ പ്രോബ്ലം പോലെയാണ്. അതായത് ഹൈഡ്രജൻ കാറുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അമേരിക്കയിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ടാങ്കുകൾ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റേഷൻസ് കുറവായത്. അപ്പോൾ ഗ്യാസ് സ്റ്റേഷൻസ് കൂടണമെങ്കിൽ ആളുകൾ ഹൈഡ്രജൻ കാർ വാങ്ങിക്കണം. ആളുകൾ ഹൈഡ്രജൻ കാർ വാങ്ങിക്കണമെങ്കിൽ പറയുന്ന പ്രശ്നങ്ങൾക്കപ്പുറം ഗ്യാസ് സ്റ്റേഷൻസ് സുലഭമായി കിട്ടണം. അപ്പോൾ ഈ ഒരു പ്രശ്നം കുറേ നാളായിട്ട് അമേരിക്കയിൽ, പ്രത്യേകിച്ച് കാലിഫോർണിയൻ ഭാഗങ്ങളിൽ നന്നായിട്ട് വരുന്നുണ്ട്. അത് അവിടെ സക്സസ് ആയാലേ അത്തരം കമ്പനികൾ ലോകത്തേക്ക് വ്യാപിപ്പിക്കും. ഇന്ത്യയിൽ ഹൈഡ്രജൻ കാറുകൾ ഓടിയതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വാതകമാണ്. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, നല്ല കാർബൺ ഫൈബർ ടാങ്കുകളിൽ സൂക്ഷിച്ചില്ല എങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയോ ഡീഗ്രേഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ
ഇതിനകത്ത് പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വാതകം ലിക്വിഡ് രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഓക്സിജനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നൊരു തീപ്പൊരിയോ മറ്റോ കിട്ടിക്കഴിഞ്ഞാലോ എന്തെങ്കിലും സഡൻ ഫോഴ്സ് ഉണ്ടായാലോ ഒക്കെ തന്നെ നിന്ന നിപ്പിന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണ്. ബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഒന്നാണ് ഹൈഡ്രജൻ ലിക്വിഡ് ഫോമിൽ ഇരുന്നിട്ട് ഓക്സിജനുമായിട്ട് കോൺടാക്റ്റ് വരിക എന്നുള്ളത്. മുകളിലേക്ക് പോകുന്ന റോക്കറ്റ് കത്തിപ്പോകുന്നതിൻ്റെ തീക്ഷ്ണത നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ ടാങ്കുകളാണ് ഹൈഡ്രജൻ കാറുകൾക്കകത്ത് ഉപയോഗിക്കേണ്ടി വരിക. അത് അത്രത്തോളം പ്രിസൈസ്ലി മേക്ക് ചെയ്യണം, അതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കണം, ഇല്ലെങ്കിൽ പണി പാളും. സ്വാഭാവികമായിട്ടും ഇത് കോസ്റ്റ് കൂട്ടും. അമേരിക്കയിൽ ടെസ്ലയുടെ ഒരു ഇലക്ട്രിക് കാറിന് $39,000 ചിലവ് വരുന്നുണ്ടെങ്കിൽ ടൊയോട്ട മിറായി എന്ന് പറയുന്ന പ്യുവർ ഹൈഡ്രജൻ കാറിന് സത്യത്തിൽ $50,000 ചിലവ് കഴിഞ്ഞ ഒരു 5-6 വർഷത്തിന് മുമ്പുള്ള കണക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ റീസെൻറ്റ് കണക്കുകൾ നോക്കാത്തതിന് കാരണം ടൊയോട്ട മിറായി അത്ര സക്സസ് അല്ലാത്തതുകൊണ്ടും ടെസ്ലയുടെ കാറുകളുടെ വില ഇടിവ് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ശരാശരി കണക്കെടുത്തതുമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെയൊക്കെ ആയിട്ടുള്ള കാര്യം. ഗ്യാസ് സ്റ്റേഷൻസ് ഇല്ലാത്തതും അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ സുരക്ഷിതത്വവും മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പിന്നെ അതുമായി ചേർത്ത് വരുന്ന 4ാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ വാസ്റ്റ് ആയിട്ടുള്ള ചിലവുമൊക്കെ തന്നെയാണ് സത്യത്തിൽ ഹൈഡ്രജൻ കാറുകളെ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളെന്ന് പറയുന്ന സത്യത്തിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും 2 കാഥോഡുകളിലും ആനോഡുകളിലുമായിട്ട് നിലനിർത്തിയതിന് ശേഷം ഇവയെ ഒരു മെംബ്രെയിനിലൂടെ കടത്തിവിടുന്നു. ഹൈഡ്രജനെ ഒരു മെംബ്രെയിനിലൂടെ കടത്തിവിടുമ്പോൾ പ്രോട്ടോൺ സഞ്ചരിച്ച് ഓക്സിജൻ ഇരിക്കുന്ന ആ ഒരു ഇലക്ട്രോഡിലേക്ക് സഞ്ചരിക്കുന്നു. അതേസമയം ഹൈഡ്രജനിലുള്ള ഇലക്ട്രോൺ സർക്യൂട്ടിലൂടെ സഞ്ചരിച്ച് ഓക്സിജൻ്റെ അടുത്തെത്തി ആ ഒരു സർക്യൂട്ട് പൂർത്തിയാക്കും. പക്ഷേ ഇലക്ട്രോണിൻ്റെ ഫ്ലോയെയാണ് സത്യത്തിൽ വൈദ്യുതിയാക്കി മാറ്റുന്നത്. എഫിഷ്യൻസി വളരെ കുറവാണ്. 100 kWh കപ്പാസിറ്റിയുള്ള ഒരു ഇലക്ട്രിക് ബാറ്ററി, ഒരു ലിഥിയം അയോൺ ബാറ്ററിക്ക് 80 kWh കപ്പാസിറ്റി അതിൻ്റെ നല്ല കാലത്ത് തരാൻ പറ്റുമെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾക്ക് 100 kWh കപ്പാസിറ്റി ഉള്ള ഒരു സംവിധാനമായി കണക്കാക്കിയാൽ 30 മുതൽ 40 kWh കപ്പാസിറ്റിയെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളുടെ ടെക്നോളജി തരാൻ പറ്റും. അല്ലാതെ കമ്പസിൻ്റെ കാര്യത്തിലല്ല, അതിൽ എഫിഷ്യൻസി കൂടുതലാണ്. അത് നമുക്ക് ഈ സിലിണ്ടറുകൾക്കകത്ത് കയറ്റുമ്പോൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് അറിയില്ല. പക്ഷേ ഫ്യൂവൽ സെല്ലുകളുടെ കാര്യം ഇതാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരു കാലത്ത് ഇലക്ട്രിക് കാറുകളെയൊക്കെ മറികടന്നുകൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാൻ സാധ്യതയുള്ള ഒരു ഫ്യൂച്ചറാണ് ഹൈഡ്രജൻ കാറുകളെന്ന് വയറിൻ്റെയും ടൈംസിൻ്റെയും മാഗസിനിൽ റിപ്പോർട്ടുകൾ വന്നൊരു കാലം ഉണ്ടായിരുന്നു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് വിപണിയിലേക്ക് നോക്കുമ്പോൾ ഇലക്ട്രിക് കാറുകളുടെ ഒരു അതിപ്രസരവും അതിൻ്റെ ഒരു ഏകാധിപത്യവുമാണ് കാണുന്നത്. ഇതിനകത്ത് മാറ്റങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതായത് ലിഥിയം അയോൺ ബാറ്ററി വേണോ, സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി വേണോ, ബ്ലേഡ് ബാറ്ററി വേണോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ പെട്രോൾ ഡീസൽ കാറുകൾക്കൊരു പകരക്കാരനായി ഉയർന്നു വരുന്ന ഇലക്ട്രിക് കാറുകൾക്ക് ഹൈഡ്രജൻ കാറുകൾ ഒരു ഭീഷണിയല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ടൊയോട്ട മിറായി മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഹൈഡ്രജൻ കാറുകൾ ഇറക്കി പരീക്ഷിച്ച് നോക്കിയത്. സത്യത്തിൽ ഹോണ്ടയുടെ ക്ലാരിറ്റി എന്ന് പറയുന്ന മോഡലും ഹ്യൂണ്ടായുടെ നെക്സോ എന്ന് പറയുന്ന മോഡലും സത്യത്തിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമാണോ എന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എന്നാൽ അവർക്കൊക്കെ തന്നെ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് 2015 ശേഷം കാര്യമായൊരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ പ്രവർത്തിക്കുന്ന കാറുകളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഏറെക്കുറെ അത് അസ്തമിച്ചു എന്ന് പറയാം. പക്ഷേ കാറുകളുടെ കാര്യം മാത്രമാണ് അങ്ങനെ. ഏവിയേഷൻ രംഗത്തും അതുപോലെ തന്നെ ജലഗതാഗത രംഗത്തും നമുക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിലിറ്റി ഉണ്ട്. വലിയ വലിയ ട്രക്കുകൾക്കകത്തും പോസിബിലിറ്റി ഉണ്ട്. ട്രക്കുകൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണമാണ്. അത് സ്പെസിഫിക് ആയിട്ടുള്ള ചില പാറ്റേണുകളായിട്ട് ചാർജിങ് സ്റ്റേഷനുകളും അതായത് ഹൈഡ്രജൻ റീചാർജിങ് സ്റ്റേഷനുകളും കൃത്യം റൂട്ടുകളിൽ ഓടുന്ന വാഹനമായതുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ട്രക്കുകളിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. കാര്യം നാസ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ബഹിരാകാശ മേഖലയിൽ. വിമാനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും കപ്പലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇത്തരം ആവശ്യങ്ങൾക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ പ്രയോജനപ്പെടുത്തിയാൽ അത് ആ പർട്ടിക്കുലർ ടാസ്കിന് നല്ലതാണ്. പക്ഷേ ഒരു ഡെയിലി യൂസേജിനുള്ള കാറായിട്ട് നിരത്തിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഓടാനാണ് ബുദ്ധിമുട്ട് എന്നാണ് പറഞ്ഞത്. സോ അതിൻ്റെ സാധ്യത മങ്ങുന്നില്ല. എങ്കിലും കാറുകളിൽ ഇലക്ട്രിക് ബാറ്ററികൾക്ക്, പ്രത്യേകിച്ച് ലിഥിയം അയോൺ ബാറ്ററികൾക്കൊരു പകരക്കാരനായി പോരാടാൻ കെൽപ്പുള്ള ഒന്നല്ല ഇപ്പോൾ ഹൈഡ്രജൻ ബാറ്ററികൾ എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലിഥിയം അയോൺ ബാറ്ററികൾക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രിക് ബാറ്ററികൾക്ക് ഒരു ഭീഷണിയായിട്ട് ആർക്കെങ്കിലും വരാൻ സാധിക്കുമോ?